ഞാൻ ചോദിച്ചോട്ടെ, ഒരു നല്ല ആരാധന നടത്തിയിട്ട് എത്ര നാളായി? ദൈവത്തിന് സ്തോത്രം. സഭായോഗം മുടക്കാറില്ല, ബൈബിൾ ക്ലാസ്സും മുടക്കാറില്ല, കാത്തിരിപ്പ് ഒട്ടും മുടക്കാറില്ല. ഉപവാസ പ്രാർത്ഥന പറ്റിയാൽ പോകും, കൺവെൻഷനും പോകും, സുവിശേഷത്തിനും പോകും, എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കുന്ന പോയോ ഇല്ലയോ എന്നല്ല, ശരിക്കൊന്ന് ആരാധിച്ചിട്ട് മനസ്സിൽ തൃപ്തിയായി ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് എത്ര കാലമായി? സഹോദരി സഹോദരന്മാരെ, ഒന്ന് സത്യമായിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, കൈയും കാലം ഒന്നും ഉയർത്തിക്കുന്നില്ല, ഒന്ന് അവരവരോടൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ് ശരിയായ നിലവാരത്തിൽ ഒന്ന് ആത്മാവിൽ ആരാധിച്ചിട്ട് എത്ര കാലമായി? നിങ്ങൾക്കൊരു തൃപ്തിയുണ്ടോ? ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരുന്ന് ആരാധിച്ചിട്ട് തൃപ്തി അടയുവാൻ കഴിഞ്ഞുവോ? എന്തേ ഇതിന്റെ കുറവ്? ഒരു കാലത്ത് ആത്മാവിൽ ജീവിച്ച പല യൗവനക്കാർ ഇന്ന് ജഡത്തിൽ ജീവിക്കുന്നു. ഒരു കാലത്ത് ആത്മാവിൽ ജീവിച്ച പല ദൈവമക്കളും ജഡത്തിന്റെ ശക്തിയിൽ നിന്ന് ജീവിക്കുകയാണ്. എത്ര കാലമായി ആരാധന നഷ്ടപ്പെട്ടിട്ട്? എന്തേ ഇതിന്റെ കാരണം? അടിസ്ഥാനപരമായി നോക്കണ്ടേ? പുറമെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു ഉണർവുണ്ടാക്കിയാൽ മതിയോ? പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ എല്ലായിടങ്ങളിലും യുവജനങ്ങളുടെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. യുവജന മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ ഉണർവ് യൗവനക്കാർക്കൊക്കെ ഉണ്ടാകും. എന്നിട്ടില്ലേ, ആത്മാവിൽ നൃത്തം ചെയ്ത് പമ്പരം പോലെ കറങ്ങും, റബ്ബർ പന്ത് പോലെ മേലോട്ടും കീഴോട്ടും ഒക്കെ ചാടും. മൂന്നാമത്തെ ആഴ്ച കഴിയുന്നതിന് മുമ്പ് റബ്ബറും ഇല്ല, പന്തും ഇല്ല, പമ്പരവും ഇല്ല, കറക്കവും ഇല്ല, മോട്ടറും ഇല്ല, ബെൽറ്റും ഇല്ല, എല്ലാം പോയ അവസ്ഥയിൽ പഴയതുപോലെ പോകും. എന്തേ കാരണം? പുറമേ ഉള്ള ചികിത്സ മാത്രമേ നടക്കുന്നുള്ളൂ. എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഘുവായി ചികിത്സിക്കുന്നു, സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ലഘുവായ ചികിത്സ. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ എല്ലായിടത്തും അതാണ്. യൗവനക്കാരുടെ ഇടയിൽ ആദ്യമേ ഒരു ഉണർവുണ്ടാകും. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു? അവർക്ക് അതിനുള്ളൊരു വിശ്വാസമില്ല. അതുകൊണ്ട് പുറമേ ഉള്ള ട്രീറ്റ്മെന്റ് അല്ല ആവശ്യം, അകം കീറണം. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറട്ടെ, ദൈവസന്നിധിയിലേക്ക് വരട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ഒരു യൗവനക്കാരനായതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്ന യൗവനക്കാരായ കുഞ്ഞുങ്ങളോട്, ആൺകുട്ടികളോട്, പെൺകുട്ടികളോട് പറയുക, നിങ്ങളുടെ ഹൃദയം കീറി യേശുവിനായിട്ട് കൊടുക്ക്. വിശ്വാസത്തിന്റെ വിത്തുകൾ അതിൽ വീഴട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിനാലും ദൈവം നൽകിയ സൗഭാഗ്യങ്ങൾ പിശാച് എടുത്തുകൊണ്ട് പോകരുത്. പലരും ഉണർത്തപ്പെട്ടവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ നിന്ന് പോകുന്നു, പക്ഷെ നഷ്ടപ്പെടുന്നു. എന്തേ കാരണം? അടിസ്ഥാനപരമായി ചിന്തിക്കണം. വിശ്വാസം നഷ്ടപ്പെടുന്നു, അതാണ് കാരണം. വിശ്വാസമില്ല, ദൈവത്തെ വിശ്വസിപ്പാൻ കഴിയുന്നില്ല, ദൈവവചനത്തെ വിശ്വസിപ്പാൻ കഴിയാതെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിപ്പാൻ കഴിയാതെ ദൈവത്തിൽ അകന്ന് അന്യപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അത് കേവലം പുറമേ ഉള്ള ഒരു ഉണർവായി മാത്രം തീർന്നു പോകുക. അതല്ല വേണ്ടത്. ശരിയായ ഒന്ന് ആത്മാവിൽ നിറഞ്ഞ് ശരീരത്തെ കർത്താവിനായി കൊടുത്ത് ദൈവത്തെ ആരാധിച്ചിട്ട് എത്ര നാളായി? എത്ര പേർക്ക് അനുഭവമുണ്ട്? എത്ര പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തൊരു തീ കത്തുന്ന പോലുള്ളൊരു അനുഭവം. ഞാൻ പറഞ്ഞു, അതാണ് യാഗപീഠത്തിന്റെ അനുഭവം. ആത്മാവിലുള്ള ആരാധന യാഗപീഠത്തിലെ യാഗമാണ്. അവിടെ ഒരു തീ ഉണ്ടാകും, ശരീരത്തിൽ തന്നെ അത് അനുഭവിക്കാം. ശരീരം കത്തുന്നത് പോലെ തോന്നും ഹൃദയത്തിന്റെ ഉള്ളിൽ. അതല്ലേ പറയുന്നത്, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്നാണ്. ഹൃദയത്തിന് ചൂട് പിടിച്ചു, ധ്യാനത്തിങ്കൽ തീ കത്തണം. ധ്യാനത്തിൽ ഒന്ന് കത്തുവാൻ ഇടയായി തീരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മവാഗ്നിയായിരുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു കത്തുന്ന അനുഭവം, അതാണ് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത്. എത്ര പേർക്ക് ഉണ്ട് കായിന്റേതിലും ഉത്തമമായ യോഗ്യമായ ഒരു ആരാധന? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരാധന എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിന് പ്രസാദകരമാണോ? ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. നമ്മുടെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാറുണ്ടോ? എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ടല്ല പോകേണ്ടത്. കായിൻ നിലത്തിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് പോയി. ഹാബേലോ തനിക്കുണ്ടായിരുന്നതിൽ ഏറ്റവും മെച്ചമായതിനെ നിനക്ക് നല്ലൊരു ശബ്ദമുണ്ട്, കാഹളം പോലെ ഉയർത്തുവാൻ, ഇടിനാദം പോലെ മുഴക്കുവാൻ ഒരു ശബ്ദമുണ്ടായിട്ട് നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ശബ്ദമില്ല. ഇഷ്ടം പോലെ നല്ലതുപോലെ ആരോഗ്യം ഉണ്ടായിട്ട് ആരോഗ്യം കർത്താവിന് വേണ്ടി കൊടുപ്പാൻ കഴിയുന്നില്ല. സമയം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ കർത്താവിന് വേണ്ടി കൊടുപ്പാൻ സമയമില്ല. എല്ലാവരും ഇന്ന് തിരക്കിലാണ്. വളരെ തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിൽ കർത്താവിന് കൊടുക്കുവാൻ സമയമില്ല. വഞ്ചിക്കപ്പെട്ടു പോകല്ലേ. അന്തിമകാലത്തിന്റെ അവസാന ദിവസത്തിന്റെ അവസാന മണിക്കൂറിന്റെ അവസാന സെക്കൻഡുകളിൽ നാം ഓരോരുത്തരും വന്നെത്തി നിൽക്കുകയാണ്. ലോകം അതാ വിളിച്ചു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത്, എത്ര കാലം ഭൂമി ഇങ്ങനെ നിലനിൽക്കും? ഭൂമി അവിടെവിടങ്ങളിലായി ഇളകുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യയിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഈ സമീപ ഭാവിയില് ഇന്ത്യയിലും കാശ്മീർ തുടങ്ങി കേരളം വരെയുള്ളതായ ഭാഗങ്ങളിൽ നെടുനീളത്തിൽ അതിഭയങ്കരമായ ഒരു ഭൂചലനം ഉണ്ടാകുവാൻ പോകുന്നുവെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ വിളിച്ചു പറയുന്നു. ഭൂമി ഇളകിയാടും. അമേരിക്ക
അമേരിക്ക ഈ അടുത്ത നാളുകളില് ശക്തമായ കൊടുങ്കാറ്റുകളാൽ അവിടെ ആ ദേശം ഇളകി മറിയുവാനിടയായി. ലോകമെല്ലാം ഇളകി മറിയുന്നു. ഒരു ഭാഗത്ത് ആറ്റമിക് ആയുധങ്ങൾ കുന്നുകൂടുന്നു, മറുഭാഗത്ത് ക്രൂരന്മാരായ രാഷ്ട്ര നേതാക്കന്മാർ, ദൈവത്തിന് സ്തോത്രം, അവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ലോകത്തെ ഭയാനകമായ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ പോകുമ്പോൾ ഭൂമിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചുരുങ്ങിയ കാലമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതിനിടയിൽ ദൈവത്തെ ആരാധിക്കുക, ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്ക്, ശരീരത്തെ കർത്താവിന് വേണ്ടി കൊടുത്ത് ആത്മനിറവോടുകൂടുള്ള ആരാധന എന്തേ നഷ്ടപ്പെട്ടു പോയി. ഒരു കാലത്ത് നമ്മുടെ ഇടയിലൊക്കെ ആരാധനയിൽ തീ കത്തുമായിരുന്നു. ചില പഴയ വിശ്വാസികളൊക്കെ പറയും, ദൈവത്തിന് സ്തോത്രം, കാത്തിരിപ്പ് യോഗത്തിന് വന്ന് മുൻകാലങ്ങളിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ആ കാത്തിരിപ്പ് യോഗത്തിന് വന്ന് 6 മണിക്ക് 6:30 വന്നിരുന്നാൽ 12 മണി വരെ പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നും അവർ തന്നെയാണ് 8 മണിയാകുമ്പോഴേ പോകണമെന്നുള്ള ആശയോടെ ഇരിക്കുന്നത്. അന്ന് അങ്ങനെയായിരുന്നു, ഇന്നിപ്പോ ഇങ്ങനെയാ. ദൈവത്തിന് സ്തോത്രം. കാരണം എന്തേ? വിശ്വാസം കുറഞ്ഞുപോയി, വിശ്വാസത്തിന്റെ അവസ്ഥ കുറഞ്ഞുപോയി. ആരെയും പഴിചാരണ്ട, ഞാൻ എന്നെ തന്നെ കാണുന്നു, എന്റെ കുറവെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ രാത്രി ഇവിടെ നിന്ന് എത്ര പേർക്ക് പറയാൻ, കർത്താവേ എന്റെ വിശ്വാസം കുറഞ്ഞുപോയി, അതുകൊണ്ടാണ് എന്റെ ആരാധന, ദൈവം പ്രസാദിക്കുന്ന ആരാധന എനിക്ക് നഷ്ടമായത് എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ സമ്മതിക്കാമോ? ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ ആരാധനയിൽ ദൈവം ഇറങ്ങും. നമ്മുടെ ആരാധനയിൽ കർത്താവ് ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാനിടയാ. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 20-ഉം 21 വാക്യങ്ങൾ ഒന്ന് വായിച്ചോട്ടെ. എബ്രായർ 11, 20, 21 വാക്യങ്ങൾ. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസെഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസത്താൽ ജീവിച്ച പിതാക്കന്മാരുടെ അനുഭവം പറയുകയാണ്. ഇസഹാക്ക് തലമുറകളെ അനുഗ്രഹിച്ചു, യാക്കോബ് കൊച്ചുമക്കളെ അനുഗ്രഹിച്ചു. മരണകാലം വന്നപ്പോൾ തന്റെ വടിയുടെ അറ്റം ചാരി നമസ്കരിച്ചു, വടിയുടെ അറ്റം ചാരി നമസ്കരിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞു പോയോ? ആരാധനയുടെ അവസ്ഥ കുറഞ്ഞു പോയോ? അതോർത്ത് കരയണം. ഇന്ന് രാത്രി കരയാമോ? ഒരു തുള്ളി കണ്ണുനീര് ദൈവസന്നിധിയിൽ ഒഴുക്കാമോ? ഞാൻ ഈ പ്രാരംഭത്തിൽ ഈ മീറ്റിംഗ് സ്ഥലത്തോടെ എന്തിനാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രത്യേകിച്ച് ആ സമയത്ത് ഒന്നും ഓർത്തില്ല, ശബ്ദങ്ങളൊന്നും ഞാൻ കേട്ടില്ല. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ ഹൃദയത്തിൽ ഒരു എന്തോ ചിന്തകൾ വന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ന് രാത്രി വേളയിൽ പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി കണ്ണുനീര് ദൈവസന്നിധിയിൽ വിടാമോ? എന്റെ ആരാധനയുടെ കുറവോർത്ത്, എന്റെ ആത്മീയ ജീവിതത്തിന്റെ താഴ്ചയോർത്ത് അവരവര് ദൈവസന്നിധിയിൽ സമ്മതിച്ചപ്പാ, യേശു കർത്താവേ തോൽവിയുണ്ട് എന്നോർത്തൊന്ന് കരയാമോ? കരയുന്ന ഒരു കൂട്ടം പേരെ കർത്താവിന് ഇന്ന് ആവശ്യമാണ്. ദൈവസഭയിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തെ, പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, ദൈവസഭയിൽ അങ്ങനെ ഒരു നിലവിളിയുടെ ശബ്ദം ഉയർന്നു കേൾക്കട്ടെ, അലമുറയിടുന്ന ശബ്ദം ഉയർന്നു കേൾക്കട്ടെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അടുത്തത് വിശ്വാസത്തിന്റെ കുറവ്. ഇവിടെ നാം വായിച്ചത് ഇസഹാക്ക് മക്കളെ അനുഗ്രഹിക്കുന്നു, യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, തലമുറകളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണമുള്ള വിശ്വാസം എത്ര പേർക്കുണ്ട്? എത്ര പേരുടെ ഉള്ളത്തിൽ തലമുറകളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണമുള്ള വിശ്വാസമുണ്ട്? പലർക്കും ഇന്ന് അതില്ല. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല. മരിക്കുന്നതിന് മുൻപ് 2 ഏക്കർ റബ്ബറും തോട്ടം എസ്റ്റേറ്റ് വാങ്ങിയ എന്റെ മക്കൾക്ക് 2 ബംഗ്ലാവും പണിയിപ്പിച്ച് കൊടുത്തിട്ട് ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് പോകുവാൻ ഉള്ളതല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസമല്ല വേണ്ടത്. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുവാൻ ദൈവമക്കൾ ഒരു വിശ്വാസമുണ്ട്. ധൈര്യമായി മാതാപിതാക്കൾ പറയണം, എന്റെ മക്കൾ ലോകത്തിലേക്ക് പോവുകയില്ല. അത് പറയാനുള്ള വിശ്വാസം ഇന്ന് പലർക്കും ഇല്ല. ചില ഇന്ന് എന്താ പറയുന്നത് അറിയാം, പാസ്റ്റർമാരോടൊക്കെ വന്ന് പറയാ, അവൻ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാ, പിന്നെ ഞാൻ ദൈവത്തിന്റെ കരുത്തിൽ കൊടുത്തിരിക്കുക, ദൈവം നോക്കിക്കോട്ടെ. ഇവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഞാന് ദൈവത്തിന്റെ യേശപ്പച്ചന്റെ കൈ കൊടുത്തിരിക്കുകയാ. വിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അപ്പച്ചന്മാരും പ്രാർത്ഥിച്ചോണം, ബാക്കിയുള്ളത് ഈശോ നോക്കിക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പറയാനുള്ള ധൈര്യമില്ല. കാരണം എന്തെന്നറിയാവോ? വിശ്വാസമില്ല. ധൈര്യമായിട്ട് പറ, എന്റെ കുഞ്ഞ് ദൈവ വഴി വിട്ട്
പോകത്തില്ലെന്ന് പറയാൻ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ? ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞ വിശ്വാസത്താൽ ആ വിശ്വാസം ഹൃദയത്തിൽ നിറഞ്ഞ് നിന്റെ അധരത്തിൽ വന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ യേശു പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസമുണ്ടോ? മലയോട് സമുദ്രത്തിൽ പോകാൻ പറഞ്ഞാൽ പോകും. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ വിശ്വാസം നിറയട്ടെ. ധൈര്യമായി പറഞ്ഞാട്ട് നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ശക്തരാക്കുന്ന ഒരു ദൈവമുണ്ട്, ബലഹീനതയിൽ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതി. അതത്രേ ദൈവമക്കളുടെ വിശ്വാസം. ഒരിക്കലൊരു ബലഹീനനായ കുട്ടിയെ മാതാപിതാക്കൾ ഡോക്ടർമാരുടെ അടുക്കൽ കൊണ്ടുപോയി, മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ കൊണ്ടുപോയി പറഞ്ഞു, ഇവനെ ബുദ്ധിയില്ല, ജ്ഞാനമില്ല, അവന് വേണ്ട ചികിത്സ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ചികിത്സ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി. അവര് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവന് വേണ്ടി നന്നായി നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി, അവൻ നന്നായി വരും, നിങ്ങൾ അവനെ ഓർത്ത് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി. ഇവർക്ക് പോരാ. അവസാനം പറഞ്ഞ്, എന്തെങ്കിലും സാർ ഇവിടെ വരെ വന്നില്ല, എന്തെങ്കിലും ഒരു മരുന്നൊന്ന് എഴുതിത്താ. അവസാനം ഡോക്ടർ ഒരു ചീട്ട് എഴുതിട്ട് ഒരു മരുന്ന് എഴുതി കൊടുത്തു. ഇവര് വായിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഡോക്ടർമാരുടെ എഴുത്തല്ലേ. അദ്ദേഹം അത് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ ആ മെഡിക്കൽ സ്റ്റോറുകാരൻ പറഞ്ഞു, ഇത് മരുന്നൊന്നുമല്ല, ഫിലിപ്പിയൻസ് 4:13 ഡേ 3 times. ഫിലിപ്പിയ ലേഖനം 4:13 ഒരു ദിവസം 3 പ്രാവശ്യം വീതം ഗുളിക പോലെ കഴിച്ചുകൊള്ളാൻ. എന്താണ് ആ വാക്യം എന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതി. ബുദ്ധിഹീനനായി, ബുദ്ധിയിൽ കുറവുണ്ടായിരുന്ന, പഠിത്തത്തിൽ പുറകോട്ടുള്ള ആ കുട്ടി പരീക്ഷയ്ക്കായി പ്രിപ്പയർ ചെയ്തു. പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൻ ഈ വാക്യം ഏറ്റു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതി. അവൻ പോയി പരീക്ഷ എഴുതി, പരീക്ഷാ ഹാളിൽ കയറി, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതി. അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, പരീക്ഷ എഴുതി പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, കുട്ടികൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം? അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതി. തോറ്റുപോകുമെന്ന് വിചാരിച്ചവൻ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടെ പാസ്സായി. കാരണം ശക്തനാക്കുന്ന ഒരു ദൈവം. സകലത്തിലും മതി, സകലത്തിലും മതി, സകലത്തിലും മതി. അതാണ് വിശ്വാസം. പിതാക്കന്മാർ തങ്ങളുടെ തലമുറകളെ അനുഗ്രഹിപ്പാണ്ടൊക്കെ വേണം വിശ്വാസത്തിന് നിറവിൽ അവർ ജീവിച്ചവരായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ഉണ്ട് ആ ഒരു വിശ്വാസം? ഇസഹാക്ക് വായിച്ചോട്ടെ, 11:20 വാക്യം ഒരിക്കൽ കൊടുന്ന് വായിച്ചോട്ടെ. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏസാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഭാവി ഓർത്തവരെ അനുഗ്രഹിക്കണം. ഭാവി എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടറായി, അവർ എഞ്ചിനീയറായി, അവര് വക്കീലന്മാരായി, അവർ നേഴ്സുമാരായി, ഇങ്ങനെ പോകുന്ന ഭാവിയല്ല. ഭാവികാലം ഓർത്തവൾ പുഞ്ചിരി തൂകുന്നൊരു വചനം ബൈബിളിലുണ്ട്. ദൈവസഭയുടെ ഭാവികാലം യേശുവിനോടുകൂടെ യുഗായുഗങ്ങൾ നിത്യതയിൽ അതിനെ ഓർക്കണം. ആ കാലം സംബന്ധിച്ചുള്ള അനുഗ്രഹം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ ആ നിലവാരത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകണം. ഭാവികാലം സംബന്ധിച്ച് തലമുറകളെ ആ നിലയിൽ അനുഗ്രഹിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കട്ടെ. ഭാവി കാലത്തിന് വേണ്ടി അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു കൂട്ടം ദൈവമക്കൾ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റ് വരട്ടെ. അടുത്തത് യാക്കോബ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ യോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചു. യോസഫിന്റെ കൊച്ചുമക്കളെ, മക്കളെ മാത്രമല്ല കൊച്ചുമക്കളെയും വിളിച്ച് അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടോ വടിയുടെ അറ്റം ചാരി നമസ്കരിച്ചു. ഏതാണ് ഈ വടി എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. പ്രായമാകുമ്പോഴൊക്കെ ആളുകളുടെ കയ്യിൽ ആളുകൾ എടുത്തു കൊടുക്കുന്ന വടിയുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ കാലങ്ങളിലൊക്കെ വിദേശത്തു നിന്ന് മക്കളൊക്കെ വരുമ്പോൾ നല്ല ഗോൾഡൻ സ്റ്റിക്കുമായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പച്ചൻ ഊന്നി നടക്കുവാൻ ഉള്ള വടി അതുമായിട്ടൊക്കെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ സ്വർണ്ണ വടി കൊണ്ട് ഇവിടെ ഊന്നി നടന്നോ, ഞങ്ങൾ അവിടെ പൊക്കോളാമെന്ന. ദൈവത്തിന് സ്തോത്രം. അതും പറ്റുന്നില്ലെങ്കിൽ ചിലര് അപ്പന്മാരെ അമ്മമാരെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിട്ടിട്ട് മാസം 10,000 രൂപ കൃത്യമായിട്ട് കൊടുത്തോളൂ, അപ്പച്ചൻ സുഖമായിട്ട് വൃദ്ധസദനത്തിൽ കിടന്നോളാം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള പുറമേയുള്ള അനുഭവങ്ങളല്ല നമുക്ക് ആവശ്യം. വടിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ ഈ വടി സ്വർണ്ണവടി ആയിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മുമ്പൊരു വടി യാക്കോബിന്റെ കയ്യിലുണ്ട്. ഇപ്പൊ അപ്പൂപ്പനായി. ദൈവത്തിന് സ്തോത്രം. പ്രായമായി വല്യപ്പനായിരിക്കുകയാണ്. മരണകാലം ഏതാണ്ട് അടുത്തപ്പോൾ മക്കളായി, കൊച്ചുമക്കളായി. വല്യപ്പച്ചനായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏതാണ്ട് മരണത്തോടടുത്തപ്പോൾ കൊച്ചുമക്കളെ വിളിച്ചു, കൈപിണച്ചു വെച്ചവരെ അനുഗ്രഹിച്ചു. ഒരു വടി ഉണ്ടായിരുന്നു, അതിന്റെ അറ്റം ചാരി നമസ്കരിച്ചു. ഈ വടി എന്തെന്നറിയാമോ?
സഹോദരനെ പേടിച്ച് മരണഭയത്താൽ യാക്കോബ് വീട് വിട്ട് അമ്മാച്ചന്റെ വീട്ടിലേക്ക് ഒരിക്കൽ ഓടിയ ഒരു ഓട്ടമുണ്ട്. അന്ന് കയ്യിൽ ഒറ്റ വടിയേ ഉണ്ടായിരുന്നുള്ളൂ. യാബൂക്ക് കടവ് കടക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു വടി. ആ വടി ഏതെന്നറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന വടി. പിതാവിൽ നിന്ന് ലഭിച്ച ദൈവവാഗ്ദത്തങ്ങൾ അനുഗ്രഹമായി ആ ഭക്തന് അന്നുണ്ടായിരുന്നത് അവസാനം വരെയും സൂക്ഷിച്ചു. ചിലരാണെങ്കിൽ വാഗ്ദത്തം കിട്ടിയാല് ന്യൂ ഇയറില് ജനുവരി മാസം 1-ാം തീയതി ആകും വാഗ്ദത്തത്തിന് പിടിവലി ഉണ്ടാക്കുന്ന ആളുകളെ കാണാം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു സഭയില് ദൈവത്തിന് ദാസൻ വാഗ്ദത്തക്കാട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഒറ്റക്കാടെ കയറി പിടിച്ചു. രണ്ടുപേരും വിടുകയില്ല. കാരണം ആദ്യം പിടിച്ച് എന്റെയാണെന്നുള്ള രീതിയിൽ ഒരു അപ്പച്ചനും ഒരു യൗവനക്കാരനും. അവസാനം അപ്പൻ ജയിച്ചു. അപ്പൻ പിടിച്ചതും കൊണ്ട് പോയി. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തത്തിന് വേണ്ടി പിടിവലി കൂട്ടുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ ആഴ്ച ഈ വാഗ്ദത്തക്കാട് ചുരുട്ടി മോന്റെ കയ്യിലെടുത്തു കൊടുക്കും കളിക്കാൻ. അവനെടുത്ത് കളിച്ച് വള്ളം ഉണ്ടാക്കി ഷൂ എന്ന് പറഞ്ഞൊരു ഏറും കൊടുക്കും. വാഗ്ദത്തം പോയെന്ന്. അന്ന് യാക്കോബിന്റെ കയ്യിൽ കിട്ടിയ വാഗ്ദത്തത്തിന്റെ വടി മരിക്കാൻ നേരത്തും കയ്യിലുണ്ട്. ആ വടിയുടെ അറ്റത്തോട്ടൊന്ന് തൊട്ടു നമസ്കരിച്ചു. ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ മരണകാലം വരെ കൂടെ ഇരിക്കട്ടെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ ശക്തനാൾ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങൾ നിന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാൻ താമസമുണ്ടോ? എത്ര കാലതാമസം നേരിട്ടാലും നിന്റെ ജീവിതത്തിൽ അത് നിവർത്തിച്ചു തരുവാൻ ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. ദൈവമക്കൾക്കൊന്ന് ഏറ്റു പറയാമോ? എന്റെ ദൈവം വിശ്വസ്തൻ. എന്റെ തലമുറകളോട് ചെയ്തത്, എന്നോട് പറഞ്ഞത് നിവർത്തിക്കുവാൻ എന്റെ യേശു, എന്റെ ദൈവം, എന്റെ പിതാവ്, അവൻ വിശ്വസ്തനത്രേ. അത് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറ. നാവ് തുറന്ന് അതരം തുറന്ന് പറ. എന്നോട് വാഗ്ദത്തം ചെയ്തവൻ അവൻ വിശ്വസ്തനോ, അവനത് നിവർത്തിക്കും. അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവ്. വഴിയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നവനല്ല. ഒരിക്കലും ഒരു കാലത്തും ഒരിടത്തും നിന്നെ വിട്ടിട്ട് പോകുന്നവനല്ല നിന്റെ കർത്താവ്. വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ. പക്ഷേ അതിന്റെ അറ്റം നമസ്കരിപ്പാൻ, അതിന്റെ അറ്റം ജാരി നമസ്കരിപ്പാൻ നിന്റെ കയ്യിൽ അത് ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അത് കഴിയണമോ? വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്താൽ ജീവിച്ചവർക്ക് മാത്രമേ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിപ്പാൻ കഴിയൂ. പലർക്കും ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ പലതും ഉണ്ടെങ്കിലും മുറുകെ പിടിപ്പാൻ തക്കവണ്ണമുള്ള വിശ്വാസമില്ല. ഇസ്ഹാക്ക് ഭാവി കാലം സംബന്ധിച്ച് തലമുറകളെ അനുഗ്രഹിച്ചു. യാക്കോബോ തന്റെ മക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിച്ചിട്ട് മരണകാലം വന്നപ്പോൾ ദൈവ വാഗ്ദത്തങ്ങളെ കൂടെ കൊണ്ട് നടന്നു. ഭക്തന്മാരെ, ദൈവം തന്ന വാഗ്ദത്തങ്ങൾ മരണകാലം വരെയും കൂടെ ഇരിക്കട്ടെ. അവൻ പറഞ്ഞത് ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇല്ല, ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ. അതിന് യാതൊരു മാറ്റവുമില്ല. അതവൻ നിവർത്തിക്കും. വാഗ്ദത്തങ്ങൾ ചെയ്തവൻ വിശ്വസ്തനായി നമ്മുടെ മധ്യേ ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. കുറവ് സംഭവിച്ചോ? ഓർത്ത് കരയാമോ? ജീവിതത്തിൽ വന്ന തോൽവി ഓർത്ത്, വിശ്വാസ ജീവിതത്തിൽ വന്ന തോൽവി ഓർത്ത് ദൈവസന്നിധിയിൽ കരയാമോ? ഈ ലോക ജീവിതയാത്രയിൽ ചിലപ്പോൾ സഹായത്തിന് ആരും കാണുകയില്ല. നമ്മെ ആശ്വസിപ്പിക്കുവാൻ ചിലപ്പോൾ ആരും കാണുകയില്ല. സഹായത്തിന് വേണ്ടി നമ്മുടെ മുൻപിൽ നിൽക്കേണ്ടവർ മുഖം തിരിച്ച് പുറം കാട്ടിപ്പോയേക്കാം. പക്ഷെ നീ വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്താൽ ജീവിക്കണം. അതാണ് ഈ മാർഗം. ദൈവമക്കളെ, നമ്മുടെ ഈ മാർഗത്തിന്റെ പ്രത്യേകത അതാ. വിശ്വാസത്താൽ നാം ജീവിക്കണം. കർത്താവിന്റെ വേലക്കാർ വിശ്വാസത്താൽ ജീവിക്കണം. ദൈവത്തിന്റെ ജനം, ദൈവസഭയും വിശ്വാസത്താൽ ജീവിക്കുന്നവരാകട്ടെ. നിങ്ങൾ എവിടെയും പോയിക്കോ, ഏത് സാഹചര്യത്തിലും പോയിക്കോ. യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് അവരുടെ ജീവിതയാത്രയിൽ അധ്വാനിച്ച് ഭാരപ്പെട്ട് കലങ്ങി നിൽക്കുമ്പോൾ യേശു പറഞ്ഞതാ, ആഴത്തിലേക്ക് നിൽക്കുന്നുണ്ട്, അവിടേക്കൊന്ന് വലയിറക്ക്. അവര് പറഞ്ഞില്ല, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഞങ്ങളുടെ അറിയാവുന്ന പണിയെല്ലാം ചെയ്ത് കൊഴിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അവര് പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിക്കാറുണ്ട്. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അതാണ് വിശ്വാസം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്ന ഭക്തൻ ദൈവത്തിന്റെ വാക്കുകളെ അതുപോലെ കേളു. നിന്റെ വാക്കിനിറക്ക. ഞങ്ങളുടെ കഴിവിലല്ല, ഞങ്ങളുടെ ബുദ്ധിയിലല്ല, നിന്റെ വാക്കിൽ ഞങ്ങൾ ഇറക്കി അവരുടെ വല നിറഞ്ഞു. ഇന്ന് രാത്രിയിലും വിശ്വാസത്താൽ ജീവിക്കുന്ന ഭക്തന്മാരെ, നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ദൈവത്തിന്റെ പക്കൽ ധനസമ്പാദ്യങ്ങളുണ്ട്. അവന്റെ പക്കൽ ധനമുണ്ട്, അവന്റെ പക്കൽ മാനമുണ്ട്, പുരാതന സമ്പത്തും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സകലതും അവന്റെ പക്കലുണ്ട്. ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്താൽ, വിശ്വാസത്താൽ ജീവിച്ചാട്ട്, ദൈവമുഖത്ത് നോക്കി ജീവിച്ചാട്ട്, യേശുവിനെ വിശ്വസിച്ചാട്ട്, അവന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചാട്ട് ലോകത്തിലേക്ക് നോക്കല്ലേ. ഒരുപക്ഷെ ഈ മാർഗത്തിലേക്ക് വന്ന നിമിത്തം നിന്ദകൾ, പഴികൾ,
ദുഷികൾ, ആക്ഷേപങ്ങൾ എല്ലാവരും തള്ളി, എല്ലാവരും ഉപേക്ഷിച്ചു. പേരിവിടക്കെന്ന് പറയുമ്പോൾ ആരുമില്ലാത്ത സാഹചര്യങ്ങൾ, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ അവിടെ നമ്മെ കരുതുന്നവർ, അവിടെ നമ്മെ സഹായിക്കുന്നവർ, രാത്രിയുടെ ഭീകരതകൾ, രാത്രിയുടെ ഭയാനതകൾ ജീവിതത്തിൽ കടന്നു വരും. സഹായിപ്പാൻ ആരും കാണുകയില്ല. പക്ഷേ ദൈവം തന്റെ ദൂതനെ നമ്മുടെ മുൻപാകെ അയച്ചിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക്, ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സഭയിലായിരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് രാത്രിയിൽ അങ്കമാലി എന്ന സ്ഥലത്തു നിന്ന് ദൈവത്തിന് സ്തോത്രം എറണാകുളത്തേക്ക് കൺവെൻഷന്റെ നൈറ്റ് പ്രയറിന് വേണ്ടി പോവുകയാണ്. പകൽ അവിടെ ഒരു വിശ്വാസഭവനത്തിലെ പണികളും ഒക്കെ കഴിഞ്ഞ് രാത്രി 11 മണി 11:30 ആയ സമയത്ത് ഒരു പഴയ അംബാസഡർ കാർ ഉണ്ടായിരുന്നു. 2 പേര് ചേർന്ന് പിടിച്ചാൽ പോലും നിൽക്കുകയില്ല. ആ പരുവത്തിലുള്ളൊരു വാഹനമായിട്ട് ഞാനിങ്ങനെ മുമ്പോട്ട് പോയി എടപ്പള്ളി നാഷണൽ ഹൈവേ എടപ്പള്ളിയിൽ വന്നപ്പോൾ ഠോ എന്ന് പറഞ്ഞ് ഒരു ടയർ പൊട്ടിത്തെറിച്ചു. ദൈവത്തിന് സ്തോത്രം. റോഡ് സൈഡിലോട്ട് വണ്ടി ഒതുക്കി മാറ്റി നിർത്തി. കൂരിട്ട് ഇന്നത്തെ പോലെയുള്ള വെളിച്ച സംവിധാനങ്ങളൊന്നും അന്ന് ആ ഭാഗങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കൂരിട്ട് പേടിച്ചു പോയി ഒറ്റയ്ക്ക് ഇറങ്ങി അവിടെ നിന്നു. എന്ത് ചെയ്യണമെന്ന് നോക്കി പുറകിലിറങ്ങി ജാക്കി എടുക്കാൻ നോക്കിയപ്പോൾ ജാക്കിയും വണ്ടിയുടെ ബോഡിയുമായിട്ട് തുരുമ്പ് പിടിച്ച് ഒന്നായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജാക്കി എടുത്തിട്ട് തന്നെ വർഷങ്ങളായി തൊടാൻ പറ്റുന്നില്ല. ഞാൻ ആകപ്പാടെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ഇരുളിന്റെ മറവിൽ നിന്ന് ഒരു യൗവനക്കാരൻ ചാടി എന്റെ മുമ്പിലേക്ക്. ആദ്യം ഞാൻ പേടിച്ചു പോയി, കൊല്ലാനാണോ എന്ന് വിചാരിച്ചു. ചാടി വീണിട്ട് എന്നോട് ചോദിച്ചു, എന്ത് പറ്റിയ അച്ചോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, വണ്ടിയുടെ ടയർ ഒന്ന് സംഭവിച്ചു, ജാക്കി എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജാക്കി ഒരു പരുവത്തി ഇരിക്കുക, എടുക്കാൻ പറ്റുകയില്ല. അവൻ പെട്ടെന്ന് ആ സർവീസ് റോഡിലേക്ക് ചാടി ഒരു ട്രെയിലറിന്റെ അപ്പുറത്തേക്ക് പോയി വലിയൊരു ജാക്കിയും ലിവറുമായി വന്ന് വാഹനം ജാക്കി വെച്ച് ഉയർത്തി ഡിക്കിയിൽ നിന്ന് എന്റെ സ്റ്റെപ്പിനി ടയർ എടുത്ത് മാറ്റി തന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ടയർ എടുത്ത് സ്റ്റെപ്പ് പഴയ പൊട്ടിയ ടയർ എടുത്ത് ഡിക്കിയിലിട്ട് ഡോർ അടച്ചിട്ട് വരുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാം നടന്ന് വിളിച്ചു. ട്രെയിലറിന്റെ അപ്പുറത്തേക്ക് ആ ഭാഗങ്ങളിലെല്ലാം പോയി നോക്കി. എവിടെ പോയി, ആര് പോയി, ഒരനക്കവുമില്ല. ശബ്ദം ഉയർത്തി ചേട്ടാ എന്നൊക്കെ വിളിച്ചു നോക്കി. ആരെയും കാണുന്നില്ല. ആരാണെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിക്കുന്ന ഒരു ദൈവദൂതനായിരിക്കാം. ഒരു ചെറുപ്പക്കാരനാണ് എന്റെ മുമ്പിൽ വന്നത്. ഒരു ദൈവദൂതനായിരിക്കാം, അല്ലായിരിക്കാം. രാത്രിയുടെ മറവിലെ ഏകാന്തതയിൽ ഒറ്റപ്പെടുമ്പോൾ, താഴ്ചകളിലൂടെ പോകുമ്പോൾ, തകർച്ചകളിലൂടെ പോകുമ്പോൾ ആര് സഹായിക്കുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ എന്നായിരിക്കുന്നു. അതിനെ നാം മുറുകെ പിടിച്ച് മുൻപോട്ട് പോയാൽ അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. ചിലപ്പോൾ ആരും ഉണ്ടായിരിക്കുകയില്ല, സഹായിപ്പാൻ ആരും കാണുകയില്ല, കരുതുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ യേശു നമ്മെ കരുതുന്നവൻ, കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ. ഈ ലോക ജീവിതയാത്രയിൽ, ഈ മരുഭൂമി ജീവിതയാത്രയിൽ ഇടുക്കവും ഞെരുക്കവും പഴികളും ആക്ഷേപങ്ങളും എല്ലാം പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റുകൾ, ഈശാനമൂലൻ കാറ്റുകളായി നമ്മുടെ പടകിനെ വലിച്ചു മുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം അറിഞ്ഞുകൊള്ളൂ, യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. വാത്സല്യ സഹോദര, പ്രിയ സഹോദരി, പ്രിയ യൗവനക്കാരെ, ആരുമില്ല എന്ന് വരുന്ന സന്ദർഭത്തിൽ യേശു കൂടെയുണ്ട്. യേശു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, അവൻ നിന്നെ അനാഥനായി വിടുകയില്ല, അവൻ നിന്നെ തള്ളിക്കളയുകയില്ല. നിന്റെ ഭാരം അറിയുന്നവൻ, വേദനകൾ അറിയുന്നവൻ, സങ്കടങ്ങൾ അറിയുന്നവൻ, നിന്റെ ദുഃഖം അറിയുന്നവൻ, നിന്റെ ദുരിതങ്ങൾ അറിയുന്നവൻ ഈ രാത്രിയിൽ നിന്റെ അടുക്കലുണ്ട്. ഹൃദയം തുറന്നവനെ ഒന്ന് കാണാമോ? ആത്മനേത്രങ്ങൾ തുറന്നവനെ ഒന്ന് കാണാമോ? അവന്റെ കരം നിനക്കായി നീട്ടിയിരിക്കും. ഈ വഴിയിൽ നീ വേദനപ്പെടുന്നവനാണോ? ഈ വഴി യാത്രയിൽ നീ വേദനപ്പെടുന്നവളാണോ? യേശു നിന്നോട് കൂടെയുണ്ട്. യേശു നിന്നോട് കൂടെയുണ്ട്. വിശുദ്ധന്മാരെ, ഭക്തന്മാരെ, നിന്റെ വേദനയിൽ കൈവിടാത്ത കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പാട്ടുകാരൻ ഇങ്ങനെ പാടി, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടം നേടുമോ? ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടം നേടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയിരല്ലോ മോക്ഷവഴി. ദൈവമക്കൾ ചേർന്നൊരു നിമിഷം പാടിയാട്ടെ. മോക്ഷവഴി, കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ, ഓ പെട്ടെന്നേശു വന്നിടുമേ. ഓ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധൻ. പാട്ടറിയാവുന്നവർ ചേർന്നൊരു നിമിഷം കരങ്ങളെ തട്ടി ഒന്ന് പാടിയാ. യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടെ പാടിയാട്ടെ. കൊണ്ടുകൾ തീർത്തിടൂ കണ്ണോടെ,
ശാരുവാനിൻ മണവാളനൊഴികെ ഏക്കമുള്ളീ മരുവിൽ ആരുള്ളൂ യേശുവിനെ കണ്ടുകൊണ്ട് പാടിയാട്ടെ. ആത്മാവിൽ കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പാടും സഹോദരി. അങ്ങനെ പാടിയാട്ട് സഹോദരങ്ങളെ. ദുഃഖകാലം തീർന്നു പോകുന്നുള്ള ധൈര്യത്തോടെ പാടിയാട്ടെ. തീർത്തിടൂ കണ്ണുനീ കണ്ണുനീരിൻ താഴ്വര നിന്നകൾക്കുറവിലുമുണ്ടോ ശ്വാസ. കണ്ണുനീരിൻ സാക്ഷ്യമോ സത്യമോ ജനവും സാക്ഷ്യമോ സത്യമോ ജനവും മാത്രമല്ലോ ഒരു കഷ്ടതകൾ തീർക്കുമോ. കഷ്ടതകൾ തീർക്കുവാ നമ്മുടെ യേശു വരും. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടതകൾ മാഞ്ഞു പോകും, ദുഃഖങ്ങൾ മാഞ്ഞു പോകും. കഷ്ടതകൾ തീർക്കുവാരെ കഷ്ടതകൾ തീർക്കുവാൻ, സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു വന്നിടും. മുട്ടുകൾ തീർന്നിടും, കണ്ണുനീരവൻ തുടയ്ക്കും. എന്റെ ദുഃഖമെല്ലാം തീരും. എത്ര പേർക്ക് ധൈര്യമായി പറയാം, ഈ വഴി വളരെ ഇടുക്കമെന്ന് തോന്നുന്നുണ്ടോ, ഞെരുക്കമെന്ന് തോന്നുന്നുണ്ടോ? ഇത് തന്നെയാണ് മോക്ഷവഴി, ഇത് തന്നെയാണ് ദൈവരാജ്യത്തിലേക്കുള്ള മാർഗം. നിങ്ങൾ നിരാശരാകല്ലേ, കഷ്ടതയിൽ നിങ്ങൾ താണുപോകല്ലേ, വേദനയിൽ നിങ്ങൾ തളർന്നു പോകല്ലേ. നിങ്ങളെ ദൈവം കൊണ്ടുവന്നത് ആ വഴിയിലാകുന്നു. യേശു പറഞ്ഞു, ഞാനാകുന്നു വഴി. ആ വഴിയിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് സൂക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനമേ, നാം വന്നത് ഈ മോക്ഷ വഴിയിലത്രേ. ഇവിടെ നിന്ദകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. പക്ഷേ യേശു അവിടെ നിന്നോടുകൂടെയുണ്ട്. ആരും നിനക്ക് സഹായത്തിന് വേണ്ട. നിന്റെ ഉറ്റവർ, നിന്റെ ഉടയവർ, നിന്റെ ബന്ധുക്കൾ, സ്നേഹിതർ എല്ലാവരും കൈവിടും. കൂട്ടുകാർ, സ്നേഹിതർ, ബന്ധുക്കൾ, നാം പാടിയല്ലോ, കൂട്ടുകാർ ദൂഷിക്കട്ടെ, നാട്ടുകാർ പഴിക്കട്ടെ, യേശുവിന്റെ സാക്ഷ്യ നിമിത്തം വരുന്നതാണ്. സന്തോഷത്തോടെ സഹിച്ചോ, നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ കഷ്ടതയിലും തുറക്കൂ, നിത്യതയുടെ രാജ്യമായും തുറക്കാൻ പോകുന്നു. നിന്റെ വേദനകൾ അന്ന് തീരും, നിന്റെ കണ്ണുനീരന്നവൻ തുടച്ചു കളയും. അവന്റെ കരത്താൽ, യേശു തന്നെ തേജസ്സുള്ള കരം നീട്ടി നിന്റെ മുഖത്തേക്ക് കൊണ്ടുവന്ന് നിന്റെ കണ്ണുകളിൽ വെച്ച് ആ കണ്ണുനീർ തുടയ്ക്കുന്നത് നീ ഒന്ന് ചിന്തിച്ചാൽ നിന്റെ ഹൃദയം പൊട്ടിയാർക്കും, നിന്റെ മനസ്സ് സന്തോഷിക്കും. ഈ രാത്രിയിൽ അത് നമ്മുടെ മധ്യേ സംഭവിക്കട്ടെ.